നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ മാഫിയയിലേക്ക് അന്വേഷണം നീങ്ങുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക കരുത്തായ ബംഗളൂരുവിലെ പ്രമുഖ മലയാളി ബന്ധമുള്ള സ്വർണ്ണ വ്യവസായിയെ തൊടാൻ അന്വേഷണ സംഘം മടിക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വഴിപാടുകളും നേർച്ചകളും ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രമുഖരിലേക്ക് പക്ഷേ അന്വേഷണം നീളുന്നില്ല. ആരും ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാത്തതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്തു നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായി. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള വഴി ലഭിച്ച പണം കർണാടകയിലടക്കം ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടാനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശ്രമിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീറാംപുരയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സംഘാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ലഭിച്ചതായിട്ടാണ് വിവരം. അപ്പോഴും വമ്പൻ സ്രാവിലേക്ക് അന്വേഷണം നീളും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഘാംഗങ്ങൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടി തുടങ്ങും. പോറ്റി സ്വർണം വിൽപ്പന നടത്തിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നേരത്തെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം, സഹ സ്പോൺസർ രമേശ് തുടങ്ങിയവരെയാണ് ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീറാംപുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 176 ഗ്രാം സ്വർണ്ണമാണ് കണ്ടെത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് റിപ്പോർട്ട് എഴുതിയ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനെ അടുത്ത ദിവസം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. 30 വരെ പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ പങ്ക് സംബന്ധിച്ചും നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മൂന്നാം ഘട്ട അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. കൂടുതൽ ദേവസ്വം ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയ 400 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത ഭൂമി ഇടപാട് രേഖകൾ വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകളും അന്വേഷിക്കും. ഇതിനൊപ്പം മറ്റു പ്രതികളെയും അറസ്റ്റ് ചെയ്യും. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് SIT നടത്തിയത്. ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്നും വ്യക്തമായി. കേരളത്തിലും ഇടപാടുകൾ നടത്തി. ഇതെല്ലാം സ്ഥിരീകരിക്കാനും ശ്രമിക്കും. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നതെന്ന് സംശയിക്കുന്ന സ്വർണം കണ്ടെത്തിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കൂടുതൽ ഇടപാടുകൾ പരിശോധിക്കുകയാണ് SIT. വാതിൽപ്പാളികളിലും കട്ടളയിലും സ്വർണം പൂശിയത് താനാണെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ നൽകിയിരുന്നു. സന്നിധാനത്തെത്തി ബോർഡ് അംഗങ്ങളെ കണ്ടിരുന്നുവെന്നും ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറിയെന്നുമാണ് ഗോവർദ്ധന്റെ മൊഴി. എന്നാൽ സ്വർണം പൂശാനുള്ളത് നിയോഗമായി കരുതിയതിനാൽ കാര്യമാക്കിയില്ലെന്നും മൊഴിയിലുണ്ട്. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയാൽ ഗോവർദ്ധനെ സാക്ഷിയാക്കാൻ SIT നിയമോപദേശം തേടും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കൽ ക്യാമ്പ് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു തെളിവെടുപ്പ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയത് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ മാത്രം നടത്തിയ ഇടപാടുകൾ വളരെ വലുതാണ്. വമ്പൻ ഇടപാടുകൾ നടത്താൻ പോറ്റിക്ക് എവിടെ നിന്ന് പണം ലഭിച്ചു എന്നത് അടക്കം ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുകയാണ്. ബംഗളൂരുവിലും ചെന്നൈയിലും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരുമായി ബന്ധമുണ്ട്. സിനിമാ രംഗത്തുള്ളവരും വ്യവസായികളുമെല്ലാം ഇക്കൂട്ടത്തിൽ വരും.